വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് ജോഗ്രഫി പാർട്ടിൽ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഫ്ലൂവിയൽ, ഗ്ലേഷ്യൽ ആൻഡ് എയോലിയൻ ലാൻഡ് ഫോംസിനെ കുറിച്ച് പഠിക്കുന്നു. ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ പ്രക്രിയകളെക്കുറിച്ചും പഠിക്കുന്നു. ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ എന്താണെന്ന് നോക്കാം. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിനു സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളാണ് ഭൂരൂപ രൂപീകരണ സഹായികളെന്ന് അറിയപ്പെടുന്നത്. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല, ഭൂഗർഭജലം എന്നിവയാണ് ഭൂരൂപ രൂപീകരണ സഹായികളെന്ന് അറിയപ്പെടുന്നത്. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ജിയോമോർഫോളജി. അപ്പോൾ എന്താണ് ജിയോമോർഫോളജി? ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളിൽ ആദ്യം നമുക്ക് നദീജന്യ ഭൂരൂപങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നദീജന്യ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായുണ്ടാകുന്ന നദീജന്യ ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ. അപ്പം നദിയുടെ അപരദന നിക്ഷേപണ ഫലമായുണ്ടാകുന്ന ഭൂരൂപങ്ങൾ നദീജന്യ ഭൂരൂപങ്ങൾ. അപ്പം നദിയുടെ അപരദന പ്രവർത്തന ഫലമായും നിക്ഷേപണ പ്രവർത്തന ഫലമായും ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവുകളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നു. ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് പ്രഭവസ്ഥാനം എന്നാണ്. അപ്പോൾ നദിയുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്നത് പ്രഭവസ്ഥാനം അല്ലെങ്കിൽ സോഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടം അറിയപ്പെടുന്നത് നദീമുഖം എന്നാണ്. ഒരു നദി ജലാശയത്തിലോ മറ്റേതെങ്കിലും കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടമാണ് നദീമുഖം എന്നറിയപ്പെടുന്നത്. നദിയുടെ ഉത്ഭവസ്ഥാനം പ്രഭവസ്ഥാനമെന്നും പതനസ്ഥാനം നദീമുഖം അല്ലെങ്കിൽ മൗത്ത് എന്നും അറിയപ്പെടുന്നു. നദീജന്യ ഭൂരൂപങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ആർദ്ര കാലാവസ്ഥാ മേഖലകളിലാണ്. നദീജന്യ ഭൂരൂപങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ആർദ്ര കാലാവസ്ഥാ മേഖലകളിലാണ്. പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പം പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസമനുസരിച്ച് നദീമാർഗത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ നദിയുടെ ഒഴുകുന്ന അനുസരിച്ചിട്ട് നദിയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഉപരിഘട്ടം അപ്പർ കോഴ്സ്, മധ്യഘട്ടം മിഡിൽ കോഴ്സ്, വാർദ്ധക്യഘട്ടം ലോവർ കോഴ്സ്. അപ്പം നദിയെ അത് ഉത്ഭവിച്ച് ഒഴുകി നദിയിൽ പതിക്കുന്നത് വരെയുള്ള ആ ഒരു ഘട്ടത്തെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഉപരിമണ്ഡലം, മധ്യഘട്ടം അല്ലെങ്കിൽ വാർദ്ധക്യഘട്ടം എന്നിവയാണ് അവ. അപ്പോൾ ഉപരിമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഉപരിഘട്ടത്തെ എന്താണ് യൗവനഘട്ടം എന്ന് അറിയപ്പെടുന്നു. അപ്പം ഉപരിമണ്ഡലം അല്ലെങ്കിൽ ഉപരിഘട്ടമാണ് യൗവനഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അതായത് നദി ഉത്ഭവിക്കുന്ന ആ ഒരു സ്ഥലത്തു നിന്നുള്ള ഒഴുക്ക്, അതാണ് ഉപരിമണ്ഡലം അല്ലെങ്കിൽ ഉപരിഘട്ടം. അത് യൗവനഘട്ടം എന്ന് അറിയപ്പെടുന്നു. നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഉപരിഘട്ടം. ഇത് കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. അപ്പം നദികളൊക്കെ ഉത്ഭവിക്കുന്നത് കുന്നിൻ മുകളിൽ നിന്നൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു യൗവനഘട്ടത്തിൽ അല്ലെങ്കിൽ ഉപരിഘട്ടത്തിൽ നദി കുത്തനെയുള്ള ചരിവിലൂടെ ഒഴുകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായിരിക്കും ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നു. കുത്തനെയുള്ള ചരിവുകളിലൂടെയൊക്കെ ഒഴുകുന്ന സമയത്ത് ഇവിടെ ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നു. ഇവിടെ നിക്ഷേപണ പ്രവർത്തനങ്ങളില്ല.
അപ്പോൾ തായ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. തായ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന നദിയുടെ ഘട്ടമാണ് ഉപരിഘട്ടം. യൗവനഘട്ടം എന്നറിയപ്പെടുന്നത് ഉപരിഘട്ടമാണ്. ശക്തമായ അപരദന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഉപരിഘട്ടത്തിലാണ്. നിക്ഷേപണ പ്രവർത്തനങ്ങളില്ലാത്തത് ഉപരിഘട്ടത്തിലാണ്. അടുത്തത് മധ്യഘട്ടം, മിഡിൽ കോഴ്സ്. ചരിവ് താരതമ്യേന കുറഞ്ഞ് അടിവാരത്തുകൂടി ഒഴുകുന്നു. മധ്യഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നതിനാൽ അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പം അത് ഉപരിഘട്ടത്തിൽ അവിടെ നദിക്ക് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്താണ്, അപരദന പ്രവർത്തനങ്ങളായിരുന്നു നടന്നിരുന്നത്. അത് പിന്നീട് മധ്യഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ്, ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാരത്തുകൂടി ഒഴുകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നദിയുടെ വേഗത കുറയുന്നതിനാൽ അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. തായ്വരകൾക്ക് വി രൂപമാണെങ്കിലും ആഴം കൂടുതലായിരിക്കും. മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് മധ്യഘട്ടത്തിലാണ്. അപ്പോൾ നദിയുടെ മധ്യഘട്ടത്തിലാണ് മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയവ കാണപ്പെടുന്നത്. അപ്പോൾ മിയാൻഡറുകളെക്കുറിച്ചും ഓക്സ്ബോ തടാകങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത സ്റ്റേജാണ് വാർദ്ധക്യ ഘട്ടം. ഈ ഒരു ഘട്ടത്തിൽ നദി സമതല പ്രദേശത്തുകൂടി ഒഴുകുന്നു. അപ്പോൾ ഇവിടെ നദിക്ക് വേഗത കുറവായിരിക്കും, സമതല പ്രദേശത്തുകൂടി ഒഴുകുന്നു. അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിൻ്റെ വേഗം കുറവായതിനാലും നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നു. ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം കൂടുതലാണ്. പ്രളയ സമതലങ്ങൾ, പിരിഞ്ഞൊഴുകുന്ന ചാലുകൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. പ്രളയ സമതലങ്ങൾ, പിരിഞ്ഞൊഴുകുന്ന ചാലുകൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് നദിയുടെ വാർദ്ധക്യ ഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയുമാണ് നദിയുടെ എന്താണ് വിവിധ ഘട്ടങ്ങൾ. ഇനി അടുത്തതായിട്ട് അപരദന ഭൂരൂപങ്ങളാണ്. അതായത് ഇറാഷണൽ ലാൻഡ് ഫോംസ്. നദിയുടെ അപരദന പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് അപരദന ഭൂരൂപങ്ങൾ. അവ ഏതെല്ലാമെന്ന് നോക്കാം. നദിയുടെ ഒഴുക്കിൻ്റെ വേഗത വർദ്ധിക്കുന്നതനുസരിച്ച് അവയുടെ ആഴവും നീളവും പരപ്പും വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് തായ്വരകൾ രൂപം കൊള്ളുന്നു. അപ്പം അപരദന ഭൂരൂപങ്ങളിൽ ഒരു അപരദന ഭൂരൂപമാണ് തായ്വരകൾ, വാലീസ്. അപ്പം നദിയുടെ ഒഴുക്കിൻ്റെ വേഗത വർദ്ധിക്കുന്നതനുസരിച്ച് അവയുടെ ആഴവും നീളവും പരപ്പും വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് തായ്വരകൾ രൂപം കൊള്ളുന്നത്. ആഴം കുറഞ്ഞ ചെറിയതും ഇടുങ്ങിയതുമായ ചാലുകളാണ് നീർച്ചാലുകൾ എന്ന് അറിയപ്പെടുന്നത്. ചെറുതും ഇടുങ്ങിയതുമായ ചാലുകളായാണ് തായ്വരകൾ ആരംഭിക്കുന്നത്. നീർച്ചാലുകളുടെ ആഴവും നീളവും വീതിയും വർദ്ധിച്ചുണ്ടാകുന്ന ചാലുകളാണ് ഗള്ളികൾ എന്നറിയപ്പെടുന്നത്, ഗള്ളീസ്. അപ്പം ഗള്ളികൾക്ക് വീതിയും നീളവും ആഴവും വർദ്ധിച്ച് രൂപപ്പെടുന്നതാണ് താഴ്വരകൾ. ചെറുതും ഇടുങ്ങിയതുമായ ചാലുകളായാണ് ആദ്യം തായ്വരകൾ ആരംഭിക്കുന്നത്. നീർച്ചാലുകളുടെ ആഴവും നീളവും വീതിയും വർദ്ധിച്ചുണ്ടാകുന്ന ചാലുകൾ ഗള്ളികൾ എന്നറിയപ്പെടുന്നു. ഗള്ളികൾക്ക് വീതിയും നീളവും ആഴവും വർദ്ധിച്ചാണ് തായ്വരകൾ രൂപം കൊള്ളുന്നത്. തായ്വരയുടെ ആകൃതിക്കനുസൃതമായി വിരൂപ താഴ്വര, ഗിരികന്ധരം, ബൃഹത് ഗിരികന്ധരം എന്നിങ്ങനെ തായ്വരകളെ തരംതിരിച്ചിരിക്കുന്നു. തായ്വരകളെ വിരൂപ താഴ്വര, ഗിരികന്ധരം, ബൃഹത് ഗിരികന്ധരം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. വളരെ ആഴമുള്ളതും ചെങ്കുത്തോ ലംബമോ ആയ വശങ്ങളോട് കൂടിയതുമായ തായ്വരകളാണ് ഗിരികന്ധരങ്ങൾ. ഗിരികന്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോർജസ്. അപ്പം വളരെ ആഴമുള്ളതും ചെങ്കുത്തോ ലംബമോ ആയ വശങ്ങളോട് കൂടിയതുമായ തായ്വരകളാണ് ഗിരികന്ധരങ്ങൾ. കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോട് കൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമുള്ളതുമായ തായ്വരകളാണ് ബൃഹത് ഗിരികന്ധരങ്ങൾ. കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോട് കൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമുള്ളതുമായ തായ്വരകളാണ് ബൃഹത് ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ കാന്യോൺ എന്ന് അറിയപ്പെടുന്നു. ബൃഹത് ഗിരികന്ധരങ്ങൾ ഗിരികന്ധരങ്ങളുടെ ഒരു വകഭേദമാണ്. തായ്വരകളുടെ തരം എന്നത് അവ രൂപമെടുക്കുന്ന പ്രദേശത്തെ ശിലകളുടെ തരം, ഘടന എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
തിരശ്ചീന അവസാദ ശിലാമേഖലകളിൽ ബൃഹത് ഗിരികന്ധരങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പം ബൃഹത് ഗിരികന്ധരങ്ങൾ രൂപപ്പെടുന്നത് തിരശ്ചീന അവസാദ ശിലാമേഖലകളിലാണ്. ഗിരികന്ധരങ്ങൾ കാഠിന്യമേറിയ ശിലകളിലാണ് രൂപം കൊള്ളുന്നത്. ഗിരികന്ധരങ്ങൾ കാഠിന്യമേറിയ ശിലകളിലാണ് രൂപം കൊള്ളുന്നത്. അടുത്തതായിട്ട് ഉൾക്കുഴികളും ഉരക്കുഴികളും. അപ്പം നദിയുടെ അപരദന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ഉൾക്കുഴികളും ഉരക്കുഴികളും, പോട്ട് ഹോൾസ് ആൻഡ് പ്ലഞ്ച് പൂൾസ്. കുന്നിൻ പ്രദേശങ്ങളിലെ നീർച്ചാലുകളിൽ ഒഴുക്കിൻ്റെ ശക്തിയിൽ പാറക്കഷ്ണങ്ങൾ നിരന്തരം ഉരസുന്നു. അതിൻ്റെ ഫലമായി വൃത്താകൃതിയിൽ രൂപം കൊള്ളുന്ന കുഴികളാണ് ഉൾക്കുഴികളെന്ന് അറിയപ്പെടുന്നത്. കുന്നിൻ പ്രദേശങ്ങളിലെ നീർച്ചാലുകളിൽ ഒഴുക്കിൻ്റെ ഫലമായി പാറക്കഷ്ണങ്ങൾ നിരന്തരം ഉരസുന്നു. അതിൻ്റെ ഫലമായി വൃത്താകൃതിയിൽ രൂപം കൊള്ളുന്ന കുഴികളാണ് ഉൾക്കുഴികൾ. ഈ ഉൾക്കുഴികൾക്കുള്ളിൽ പെട്ടുപോയ പാറകൾ വൃത്താകാരത്തിൽ തിരിയുന്നതിൻ്റെ ഫലമായി കാലക്രമേണ കുഴിയുടെ വലിപ്പം വർദ്ധിക്കുന്നു. അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ചുവടുഭാഗത്ത് രൂപം കൊള്ളുന്ന വലുതും ആഴവുമേറിയ കുഴികളാണ് ഉരക്കുഴികളെന്ന് അറിയപ്പെടുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ചുവടുഭാഗത്ത് രൂപം കൊള്ളുന്ന വലുതും ആഴവുമേറിയ കുഴികൾ ഉരക്കുഴികളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഉൾക്കുഴികളും ഉരക്കുഴികളും. അടുത്തത് ആഴ്ന്നിറങ്ങിയ മിയാൻഡറുകൾ. കാഠിന്യമേറിയ ശിലകളിൽ രൂപപ്പെടുന്ന ആഴവും വിസ്താരമേറിയതുമായ മിയാൻഡറുകളാണ് ആഴ്ന്നിറങ്ങിയ മിയാൻഡറുകളെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നദീതട്ടുകൾ. മുൻകാല തായ്വരകളുടെ തറകളുടെയോ പ്രളയ സമതല നിരപ്പുകളുടെയോ ശേഷിപ്പുകളാണ് നദീതട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. നദികൾ പ്രളയസമതലത്തിൽ നടത്തുന്ന ലംബതല അപരദനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീതട്ടുകൾ. നദിയുടെ ഇരുവശങ്ങളിലും ഒരേ ഉയരത്തിൽ കാണപ്പെടുന്ന തട്ടുകളാണ് ജോഡികളായുള്ള നദീതട്ടുകൾ. ഇരുവശങ്ങളിലെയും തട്ടുകൾ വ്യത്യസ്ത ഉയരങ്ങളിലാണെങ്കിൽ അവ അറിയപ്പെടുന്നത് ജോഡികളല്ലാത്ത തട്ടുകൾ എന്നാണ്. നെക്സ്റ്റ്, വെള്ളച്ചാട്ടം. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് വെള്ളച്ചാട്ടങ്ങൾ. നദീമാർഗത്തിൽ വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടം ഉപരിഘട്ടമാണ്. നദീമാർഗത്തിൽ വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടം ഉപരിഘട്ടം. അടുത്തത് മിയാൻഡറുകൾ. ഉപരിഘട്ടം പിന്നിടുന്നതോടെ നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയുന്നു. താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തോടു കൂടി പോകുന്ന നദിയുടെ ഒഴുക്ക് അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. നദി ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതാണ് വക്രവലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മിയാൻഡറുകൾ? താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തുകൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നു അല്ലെങ്കിൽ വളഞ്ഞൊഴുകുന്നു. അപ്പം നദി ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നതാണ് വക്രവലയങ്ങൾ അഥവാ മിയാൻഡറുകൾ എന്ന് അറിയപ്പെടുന്നത്. നദി അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞൊഴുകുന്ന പ്രക്രിയയാണ് മിയാൻഡറിങ്. നദി അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞൊഴുകുന്ന പ്രക്രിയ മിയാൻഡറിങ് എന്ന് അറിയപ്പെടുന്നു. മിയാൻഡറുകൾ ഒരു ഭൂരൂപമല്ല, മറിച്ച് അവ നീരൊഴുക്കിൻ്റെ ഒരു ക്രമം മാത്രമാണ്. വലിയ നദിയുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട്. അപ്പം വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട്. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയകളിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പം വളഞ്ഞൊഴുകിയ നദിയുടെ ഭാഗം പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. അപ്പം എന്താണ് ഓക്സ്ബോ തടാകങ്ങൾ? അപ്പം തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയകളിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പം വളഞ്ഞൊഴുകിയ നദിയുടെ ഭാഗം പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. അടുത്തതായിട്ട് നിക്ഷേപണ ഭൂരൂപങ്ങൾ. നിക്ഷേപണ ഭൂരൂപങ്ങളിൽ എക്കൽ വിഷറികൾ അല്ലെങ്കിൽ അലൂവിയൽ ഫാൻസ്.
ചരിവോടുകൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും അരുവികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ രൂപം കൊള്ളുന്ന നിക്ഷേപണ ഭൂരൂപമാണ് എക്കൽ വിശറികളെന്ന് അറിയപ്പെടുന്നത്. എക്കൽ വിശറികൾ ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും അരുവികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ രൂപം കൊള്ളുന്ന നിക്ഷേപണ ഭൂരൂപമാണ് എക്കൽ വിശറികൾ. നദി സമതലത്തിലേക്ക് കടക്കുന്നതോടെ ഭാരം കൂടിയ അവസാദങ്ങൾ കോണാകൃതിയിൽ വിസ്തൃതമായി നിക്ഷേപിക്കപ്പെടുന്നതാണ് എക്കൽ വിശറി. അടുത്തത് ഡെൽറ്റ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടി ത്രികോണാകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ഡെൽറ്റകൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടി ത്രികോണ ആകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തോട് സാമ്യമുള്ളതിനാലാണ് ഇത് ഡെൽറ്റ എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ പ്രധാന ഡെൽറ്റകളാണ് നൈൽ ഡെൽറ്റ, സിന്ധു ഡെൽറ്റ, മിസിസിപ്പി ഡെൽറ്റ, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ അല്ലെങ്കിൽ സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. വിവിധ തരം ഡെൽറ്റകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആർക്വേറ്റ് ടൈപ്പ്. ആർക്വേറ്റ് ടൈപ്പിൽ പറയുന്നത് നൈൽ, ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റകൾ ആർക്വേറ്റ് ടൈപ്പാണ്. അടുത്തത് ബേർഡ് ഫുഡ് ടൈപ്പ്. മിസിസിപ്പി, മിസൗറി ഡെൽറ്റകൾ ബേർഡ് ഫുഡ് ടൈപ്പാണ്. എസ്റ്റേറിയൻ ടൈപ്പ് നർമ്മദ ഡെൽറ്റ. കസ്പേറ്റ് ടൈപ്പ് ഇബ്രോ ഡെൽറ്റ. അടുത്തതായിട്ട് പ്രളയ സമതലങ്ങൾ. പ്രളയസമയത്ത് നദി കരകവിഞ്ഞൊഴുകുമ്പോൾ അവസാദങ്ങൾ ഇരുകരകളിലുമായി നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളാണ് പ്രളയ സമതലങ്ങൾ. പ്രളയസമയത്ത് നദി കരകവിഞ്ഞൊഴുകുമ്പോൾ അവസാദങ്ങൾ ഇരുകരകളിലുമായി നിക്ഷേപിച്ച് രൂപം കൊള്ളുന്ന സമതലങ്ങളാണ് പ്രളയ സമതലങ്ങൾ. അടുത്തത് കാസ്റ്റ് ഭൂപ്രകൃതി എന്നുള്ളതാണ്. അപ്പോൾ നദികളുടെ അപരദന പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കാസ്റ്റ് ഭൂപ്രകൃതി എന്താണെന്ന് നോക്കാം. ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂപ്രകൃതിയാണ് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് അറിയപ്പെടുന്നത്. ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി കാസ്റ്റ് ഭൂപ്രകൃതി അല്ലെങ്കിൽ കാസ്റ്റ് ടോപ്പോഗ്രാഫി എന്നറിയപ്പെടുന്നു. ഭൂഗർഭജലത്തിൻ്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളെ മുഖ്യമായും കാണപ്പെടുന്നത് ചുണ്ണാമ്പു ശിലാപ്രദേശങ്ങളിലാണ്. ഭൂഗർഭജലത്തിൻ്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും കാണപ്പെടുന്നത് ചുണ്ണാമ്പു ശിലാപ്രദേശങ്ങളിൽ. കാൽസ്യം കാർബണേറ്റ് സമ്പന്നമായ ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് തുടങ്ങിയ ശിലകളിൽ ഭൂഗർഭജലത്തിൻ്റെ ലയന നിക്ഷേപണ പ്രവർത്തനങ്ങളാണ് വ്യത്യസ്ത കാസ്റ്റ് ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നത്. കാൽസ്യം കാർബണേറ്റ് സമ്പന്നമായ ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് തുടങ്ങിയ ശിലകളിൽ ഭൂഗർഭജലത്തിൻ്റെ ലയന നിക്ഷേപണ പ്രവർത്തനങ്ങളാണ് വ്യത്യസ്ത കാസ്റ്റ് ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നത്. അഡ്രിയാറ്റിക് കടൽത്തീരത്തിന് സമീപം ബാൾക്കൻസിലെ കാസ്റ്റ് മേഖലയിൽ ചുണ്ണാമ്പുകല്ലിൽ രൂപപ്പെട്ടിട്ടുള്ള മാതൃകാ ഭൂരൂപങ്ങളിൽ നിന്നാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. അഡ്രിയാറ്റിക് കടൽത്തീരത്തിന് സമീപം ബാൾക്കൻസിലെ കാസ്റ്റ് മേഖലയിൽ ചുണ്ണാമ്പുകല്ലിൽ രൂപപ്പെട്ടിട്ടുള്ള മാതൃകാ ഭൂരൂപങ്ങളിൽ നിന്നാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് അപരദന ഭൂരൂപങ്ങളെക്കുറിച്ച് പഠിക്കാം. അതായത് ലയന പ്രക്രിയയിലൂടെ ചുണ്ണാമ്പ് കല്ല് ശിലാപ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന കുഴികളാണ് കുരുവിക്കുഴികൾ എന്ന് അറിയപ്പെടുന്നത്. കുരുവിക്കുഴികൾ, ഷാലോ ഹോൾസ്. ലയന പ്രക്രിയയിലൂടെ ചുണ്ണാമ്പ് കല്ല് ശിലാപ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന കുഴികൾ കുരുവിക്കുഴികൾ.
മുകൾ ഭാഗം ഏറെക്കുറെ വൃത്താകൃതിയിലും താഴേക്ക് ചോർപ്പിൻ്റെ ആകൃതിയിലും രൂപപ്പെടുന്ന കുഴിഞ്ഞ പ്രദേശമാണ് അവതലന കുഴി അല്ലെങ്കിൽ സിങ്ക് ഹോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് കുരുവിക്കുഴികൾ, അതായത് ലയന പ്രക്രിയയിലൂടെ ചുണ്ണാമ്പ് കല്ല് ശിലാപ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന കുഴികൾ കുരുവിക്കുഴികൾ എന്നറിയപ്പെടുന്നു. മുകൾ ഭാഗം ഏറെക്കുറെ വൃത്താകൃതിയിലുള്ളതും താഴേക്ക് ചോർപ്പിൻ്റെ ആകൃതിയിൽ രൂപപ്പെടുന്നതുമായ കുഴിഞ്ഞ പ്രദേശമാണ് അവതലന കുഴി എന്ന് അറിയപ്പെടുന്നത്. സിങ്ക് ഹോളുകളുടെ അടിഭാഗം ഭൂഗർഭ ഗുഹകളുടെയോ ഭൂഗർഭ അറകളുടെയോ മേൽക്കൂരകളായി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അവ തകർന്നടിഞ്ഞ് വിസ്തൃതമായ കുഴികളായി രൂപാന്തരപ്പെടുന്നതാണ് കൊളാപ്സ് സിങ്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കൊളാപ്സ് സിങ്ക് ഹോളുകളുടെ അടിഭാഗം ഭൂഗർഭ ഗുഹകളുടെയോ ഭൂഗർഭ അറകളുടെയോ മേൽക്കൂരകളായി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അവ തകർന്നടിഞ്ഞ് വിസ്തൃതമായ കുഴികളായി രൂപപ്പെടുന്നത് കൊളാപ്സ് സിങ്ക്. സിങ്ക് ഹോളുകളും ഡൊളൈനുകൾ എന്ന് പറഞ്ഞാൽ കൊളാപ്സ് സിങ്കാണ് ഡൊളൈൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സിങ്ക് ഹോളുകളും ഡൊളൈനുകളും കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന കിടങ്ങുകളാണ് തായ്വര സിങ്കുകൾ. ചുണ്ണാമ്പ് പ്രദേശത്ത് ലയനപ്രവർത്തനം മൂലം രൂപപ്പെടുന്ന വരമ്പുകളാണ് ലാപ്പീസ് എന്നറിയപ്പെടുന്നത്. ചുണ്ണാമ്പ് പ്രദേശത്ത് ലയനപ്രവർത്തനം മൂലം രൂപപ്പെടുന്ന വരമ്പുകളാണ് ലാപ്പീസ് എന്നറിയപ്പെടുന്നത്. കാലാന്തരത്തിൽ ലാപ്പീസ് ഏറെക്കുറെ നിരപ്പായ ചുണ്ണാമ്പുശിലാ പ്രദേശങ്ങളായി മാറുന്നതാണ് ചുണ്ണാമ്പു പ്രതലങ്ങൾ. കാലാന്തരത്തിൽ ലാപ്പീസ് ഏറെക്കുറെ നിരപ്പായ ചുണ്ണാമ്പുശിലാ പ്രതലങ്ങളായി മാറുന്നതാണ് ചുണ്ണാമ്പു പ്രതലങ്ങൾ. ചുണ്ണാമ്പുകല്ല് പ്രദേശങ്ങളിൽ ലയന പ്രക്രിയയിലൂടെ ദീർഘമോ ഇടുങ്ങിയതോ വിസ്തൃതമോ ആയി രൂപപ്പെടുന്ന ഗുഹകളാണ് ചുണ്ണാമ്പ് ഗുഹകൾ. അടുത്തത് നിക്ഷേപണ ഭൂരൂപങ്ങൾ. അപ്പോൾ കാസ്റ്റ് ഭൂപ്രകൃതിയിൽ തന്നെ ഉള്ളതാണ് നിക്ഷേപണ ഭൂരൂപങ്ങൾ. ശിലാപ്രതലങ്ങളിൽ ചുണ്ണാമ്പ് ലായനി ജലം ഇറ്റിറ്റു വീഴുമ്പോൾ അതിലെ ജലാംശം ബാഷ്പീകരിക്കപ്പെടുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടമാകുന്നതിലൂടെ കാൽസ്യം കാർബണേറ്റ് നിക്ഷേപിക്കപ്പെടുന്നു. ശിലാപ്രദേശങ്ങളിൽ ചുണ്ണാമ്പ് ലായനി ജലം ഇറ്റുവീഴുമ്പോൾ അതിലെ ജലാംശം ബാഷ്പീകരിക്കപ്പെടുന്നതിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടമാകുന്നതിലൂടെയും കാൽസ്യം കാർബണേറ്റ് നിക്ഷേപിക്കപ്പെടുന്നു. ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് സാലക്മൈറ്റ്, സാലക്ടൈറ്റ്, ചുണ്ണാമ്പുശിലാ സ്തംഭങ്ങൾ എന്നിവ. അപ്പം ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് സാലക്മൈറ്റ്, സ്റ്റാലക്ടൈറ്റ്, ചുണ്ണാമ്പുശിലാ സ്തംഭങ്ങൾ എന്നിവ. ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ചുണ്ണാമ്പു മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായി വീഴുമ്പോൾ മിശ്രിതത്തിൻ്റെ കുറച്ചു ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ച് താഴേക്ക് വളരുന്ന നിക്ഷേപ ഭൂരൂപങ്ങളാണ് സാലക്ടൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സാലക്ടൈറ്റുകൾ എന്താണ്? സാലക്ടൈറ്റുകൾ ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായി വീഴുമ്പോൾ മിശ്രിതത്തിൻ്റെ കുറച്ചു ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ച് താഴേക്ക് വളരുന്ന നിക്ഷേപ രൂപങ്ങളാണ് സാലക്ടൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പു മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പു നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭൂരൂപങ്ങളാണ് സാലക്മൈറ്റുകൾ. അപ്പോൾ സാലക്മൈറ്റുകൾ എന്നത് ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പു മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പു നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭൂരൂപങ്ങളാണ് സാലക്മൈറ്റുകൾ. സാലക്ടൈറ്റും സാലക്മൈറ്റും ചേർന്നുണ്ടാകുന്ന ഭൂരൂപമാണ് ചുണ്ണാമ്പു ശിലാസ്തംഭങ്ങൾ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ പില്ലേഴ്സ്. അപ്പോൾ സാലക്ടൈറ്റും സാലക്മൈറ്റും ചേർന്നുണ്ടാകുന്ന ഭൂരൂപമാണ് ചുണ്ണാമ്പു ശിലാസ്തംഭങ്ങൾ. ഇന്ത്യയിൽ സ്റ്റാലക്മൈറ്റുകൾ, സാലക്ടൈറ്റുകൾ എന്നിവ കാണപ്പെടുന്ന ഗുഹയാണ് ബോറ ഗുഹകൾ.
അപ്പം ഇന്ത്യയിൽ സാലക്ടൈറ്റുകൾ, സാലക്മൈറ്റുകൾ എന്നിവ കാണപ്പെടുന്ന ഗുഹയാണ് ബോറ ഗുഹകൾ. സീമാന്ധ്ര വിശാഖപട്ടണത്താണ് കാണപ്പെടുന്നത്. സാലക്മൈറ്റ്, സാലക്ടൈറ്റ്, ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ എന്നിവ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് നിക്ഷേപണം. അപ്പോൾ നിക്ഷേപണ പ്രവർത്തനത്തിലൂടെയാണ് ഇവ രൂപം കൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സാൾട്ട് കേവാണ് മൽഹാം കേവ്. ഇസ്രയേലിലെ മൽഹാം കേവ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സാൻഡ്സ്റ്റോൺ കേവാണ് കേറംപുരി, മേഘാലയയിലെ കേറംപുരി. നെക്സ്റ്റ്, ഹിമാനീയ ഭൂരൂപങ്ങൾ. മഞ്ഞുമൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴ്വരകളിലേക്ക് സാവധാനം നീങ്ങുന്ന ഭീമാകാരമായ മഞ്ഞുപാളികളാണ് ഹിമാനികൾ. ഹിമാനികളെക്കുറിച്ച് പഠിക്കുന്ന ജിയോളജിയുടെ ശാഖയാണ് ഗ്ലേഷ്യോളജി. ഹിമാനികളെക്കുറിച്ചുള്ള പഠനം ഗ്ലേഷ്യോളജി എന്ന് അറിയപ്പെടുന്നു. സമുദ്രങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്നത് ഹിമാനികളാണ്. സമുദ്രങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്നത് ഹിമാനികളിൽ. ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് ഹിമാനികൾ. ഹിമാനീയ അപരദന ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നത് ഹിമാനികൾ നീങ്ങുമ്പോൾ അവയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ അവ സഞ്ചരിക്കുന്ന പ്രതലങ്ങളെ ഉരച്ചു മിനുസപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഹിമാനികൾ ചലിക്കുന്നത് പ്രധാനമായും ഭൂഗുരുത്വ ആകർഷണ ബലം നിമിത്തമാണ്. അപ്പോൾ ഇതിൽ വിവിധ തരം ഹിമാനികളെക്കുറിച്ച് പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഗ്ലേസിയേഴ്സ്: പർവ്വത ഹിമാനി, വൻകര ഹിമാനി, കരമഞ്ഞു തിട്ടകൾ. ഇവയാണ് 3 തരത്തിലുള്ള ഹിമാനികൾ. ഉയർന്ന പർവ്വതങ്ങളിലെ താഴ്വരകളിൽ കാണപ്പെടുന്നവയാണ് പർവ്വത ഹിമാനി. ഉയർന്ന പർവ്വതങ്ങളിലെ താഴ്വരകളിൽ കാണപ്പെടുന്നവയാണ് പർവ്വത ഹിമാനി. ആൽപ്സ് പോലെയുള്ള ഉയർന്ന മലനിരകളിൽ കാണപ്പെടുന്നു. ഇവ അറിയപ്പെടുന്നത് ആൽപൈൻ ഹിമാനി എന്നും താഴ്വര ഹിമാനി എന്നുമാണ്. ഹിമാലയ പർവ്വതത്തിന് ആ പേര് കഴിവന്നത് മഞ്ഞും ഹിമാനികളും മൂടിയ കൊടുമുടികളും താഴ്വരകളും ധാരാളമുള്ളതുകൊണ്ടാണ്. ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഹിമാനികളാണ് വൻകര ഹിമാനികൾ. അടുത്തത് സിർക്ക്. അപ്പം ഹിമാനീയ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ അപരദനം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് സിർക്കുകൾ. ചാരു കസേരയുടെ രൂപത്തിൽ രൂപം കൊള്ളുന്ന ഹിമാനീയ താഴ്വര രൂപങ്ങളാണ് സിർക്കുകൾ. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാരു കസേരയുടെ രൂപത്തിൽ രൂപം കൊള്ളുന്ന ഹിമാനീയ താഴ്വര രൂപങ്ങളാണ് സിർക്കുകൾ എന്ന് അറിയപ്പെടുന്നത്. കോറികൾ എന്നും ഇവ അറിയപ്പെടുന്നു. സിർക്കുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് ഹിമാനീയ അപഘർഷണം, അടർത്തിയെടുക്കൽ, ഹിമകീലനം എന്നിവയുടെ സംയുക്ത പ്രവർത്തനമാണ്. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ച് അവതല ആകൃതിയിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് സിർക്കുകൾ. അപ്പം ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ച് അവതല ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് സിർക്കുകൾ. ഹിമാനികൾ അപ്രത്യക്ഷമാകുന്നതോടെ സിർക്കുകളിൽ രൂപം കൊള്ളുന്ന ചെറു ജലാശയങ്ങളാണ് സിർക്ക് തടാകങ്ങൾ. അപ്പോൾ ഹിമാനികൾ അപ്രത്യക്ഷമാകുന്നതോടെ സിർക്കുകളിൽ രൂപം കൊള്ളുന്ന ചെറു ജലാശയങ്ങളാണ് സിർക്ക് തടാകങ്ങൾ. ശീർഷതല അപരദനമുണ്ടാകുന്നതിൻ്റെ ഫലമായി സിർക്കുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഉയർന്നതും മൂർച്ചയേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ കൊടുമുടികളാണ് ഹോണുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹോണുകൾ ശീർഷതല അപരദനമുണ്ടാകുന്നതിൻ്റെ ഫലമായി സിർക്കുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഉയർന്നതും മൂർച്ചയേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ കൊടുമുടികളാണ് ഹോണുകളെന്ന് അറിയപ്പെടുന്നത്. അപ്പം മൗണ്ട് എവറസ്റ്റൊക്കെ ഇതിന് ഉദാഹരണമാണ്. സിർക്കുകൾക്കിടയിലെ പാർശ്വ ശീർഷ ഭിത്തികൾ അപരദനത്തിലൂടെ നേർത്ത് വന്ന് രൂപപ്പെടുന്ന മലനിരകളാണ് എറേറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. സിർക്കുകൾക്കിടയിലെ പാർശ്വ ശീർഷ ഭിത്തികൾ അപരദനത്തിലൂടെ നേർത്ത് വന്ന് രൂപപ്പെടുന്ന മലനിരകൾ എറേറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഹിമാനീകൃത താഴ്വരകൾ. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദന പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന താഴ്വരകളാണ് യു രൂപ ഹിമതാഴ്വരകൾ.
തായ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദന പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന തായ്വരകളാണ് യു-രൂപ ഹിമതായ്വരകൾ. ആഴത്തിലുള്ള പ്രധാന ഹിമാനി തായ്വരകളിലേക്ക് ചേരുന്ന പോഷക ഹിമാനികളുടെ തായ്വരകളാണ് ഹാങ്ങിങ് വാലീസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, നിക്ഷേപണ ഭൂരൂപങ്ങൾ. ഹിമാനികളുടെ നിക്ഷേപണ ഭൂരൂപങ്ങൾ. ഹിമാനി ഉരുകുന്നതിൻ്റെ ഫലമായി നിക്ഷേപിക്കപ്പെടുന്ന വലുതും ചെറുതുമായ സമ്മിശ്ര ശിലാവശിഷ്ടങ്ങളാണ് ഗ്ലേഷ്യൽ ടിൽ എന്നറിയപ്പെടുന്നത്. ഹിമാനി ഉരുകുന്നതിൻ്റെ ഫലമായി നിക്ഷേപിക്കപ്പെടുന്ന വലുതും ചെറുതുമായ സമ്മിശ്ര ശിലാവശിഷ്ടങ്ങളാണ് ഗ്ലേഷ്യൽ ടിൽ എന്നറിയപ്പെടുന്നത്. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമതായ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന ഭൂരൂപമാണ് മൊറൈനുകൾ. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമതായ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്നതാണ് മൊറൈനുകൾ. ഒരു ഹിമാനിയുടെ പാദഭാഗത്തുണ്ടാകുന്ന നിക്ഷേപങ്ങളാണ് അഗ്രഭാഗ മൊറൈനുകൾ, ടെർമിനൽ മൊറൈൻസ്. ഹിമാനീയ തായ്വരയുടെ വശങ്ങളിൽ സമാന്തരമായി രൂപപ്പെടുന്ന നിക്ഷേപമാണ് പാർശ്വഭാഗ മൊറൈനുകൾ. ഹിമാനീയ തായ്വരയുടെ മധ്യത്തിലായി രൂപം കൊള്ളുന്ന ഹിമാനീകൃത നിക്ഷേപങ്ങളാണ് മധ്യഭാഗ മൊറൈനുകൾ. കനത്തിലും ആകൃതിയിലും വൈവിധ്യം പുലർത്തുന്ന ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങളുടെ നിക്ഷേപങ്ങളാണ് ഗ്രൗണ്ട് മൊറൈനുകളെന്ന് അറിയപ്പെടുന്നത്. മഞ്ഞ് പൂർണ്ണമായും ഉരുകുന്നതോടെ കാണാൻ കഴിയുന്ന വക്രനിരകളായുള്ള നിക്ഷേപങ്ങളാണ് എസ്കറുകളെന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ എസ്കറുകൾ കാണപ്പെടുന്ന രാജ്യം കാനഡയാണ്. മഞ്ഞ് പൂർണ്ണമായും ഉരുകുന്നതോടെ കാണാൻ കഴിയുന്ന വക്രനിരകളായുള്ള നിക്ഷേപങ്ങളാണ് എസ്കറുകൾ. ഏറ്റവും കൂടുതൽ എസ്കറുകൾ കാണപ്പെടുന്ന രാജ്യം കാനഡയാണ്. അടുത്തത് കടൽ തീര ഭൂരൂപങ്ങളെക്കുറിച്ച് പഠിക്കാം. തിരമാലകളുടെ അപരദനം, നിക്ഷേപണം എന്നിവ ഫലമായുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് കടൽ തീര ഭൂരൂപങ്ങൾ. തിരമാലകളുടെ അപരദനം, നിക്ഷേപണം എന്നിവ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് കടൽ തീര ഭൂരൂപങ്ങൾ. കടലിലേക്കു തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകളെന്ന് അറിയപ്പെടുന്നത്. കടൽ തീര ക്ലിഫുകൾ രൂപം കൊള്ളുന്നത് തിരമാലകളുടെ അപരദന ഫലമായി കടലിന് അഭിമുഖമായ കരഭാഗം ഇടിഞ്ഞാണ് കടൽ തീര ക്ലിഫുകൾ രൂപം കൊള്ളുന്നത്. അപക്ഷയ അപരദന പ്രവർത്തനങ്ങളുടെ ഫലമായി അടുത്തടുത്ത സമുദ്ര ഗുഹകൾ ഒന്നായി ചേർന്ന് രൂപം കൊള്ളുന്നതാണ് സമുദ്ര കമാനങ്ങൾ. കടൽ തീരത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന തൂണുകൾ പോലുള്ള ശിലാരൂപങ്ങളാണ് സ്തംഭങ്ങൾ അല്ലെങ്കിൽ സ്റ്റാഗ്സ് എന്ന് അറിയപ്പെടുന്നത്. മണൽ, മിനുസമായ ചരൽ മുതലായവ കടൽ തീരത്ത് നിക്ഷേപിച്ചുണ്ടാകുന്ന താൽക്കാലിക ഭൂരൂപങ്ങളാണ് ബീച്ചുകൾ. അടുത്തത് കാറ്റ്, എയോലിയൻ ലാൻഡ് ഫോംസ്. കാറ്റിൻ്റെ ജിയോളജിക്കൽ പ്രവർത്തനങ്ങളുടെയും അതുവഴി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളുമാണ് എയോലിയൻ ഭൂരൂപങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഗ്രീക്ക് ഭാഷയിൽ കാറ്റിൻ്റെ ദേവനായ ഇയോലിയസിൻ്റെ നാമവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. 3 രീതിയിലുള്ള കാറ്റിൻ്റെ അപരദന പ്രക്രിയകളാണ് നടക്കുന്നത്: ഡിഫ്ലേഷൻ, അബ്രേഷൻ, അട്രീഷൻ. അപ്പോൾ കാറ്റ് വഴിയുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് എയോലിയൻ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ 3 തരത്തിലുള്ള അപരദന പ്രക്രിയകളാണ് നടക്കുന്നത്: ഡിഫ്ലേഷൻ, അബ്രേഷൻ, അട്രീഷൻ. ഡിഫ്ലേഷൻ എന്നത് ഇളകിയ മണ്ണ് കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ശക്തിയായി കാറ്റടിക്കുമ്പോൾ ഈർപ്പം കുറഞ്ഞതും വരണ്ടതും ഇളകിയതുമായ മണ്ണിലെ തരികൾ കാറ്റിൻ്റെ ശക്തിയിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡിഫ്ലേഷൻ അല്ലെങ്കിൽ കാറ്റെടുക്കൽ എന്നും പറയുന്നു. ഇളകിയ മണ്ണ് കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ശക്തിയായി കാറ്റടിക്കുമ്പോൾ ഈർപ്പം കുറഞ്ഞതും വരണ്ടതും ഇളകിയതുമായ മണ്ണിലെ തരികൾ കാറ്റിൻ്റെ ശക്തിയിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ് ഡിഫ്ലേഷൻ. അബ്രേഷൻ എന്നത്
കാറ്റിനാൽ വഹിക്കപ്പെടുന്ന ശിലാകണങ്ങളുമായുള്ള ഉരസൽ മൂലം ശിലോപരിതലങ്ങൾക്ക് നിരന്തരം തേയ്മാനം സംഭവിക്കുന്ന പ്രവർത്തനമാണ് അബ്രേഷൻ. കാറ്റിനാൽ വഹിക്കപ്പെടുന്ന ശിലാകണങ്ങളുമായുള്ള ഉരസൽ മൂലം ശിലോപരിതലങ്ങൾക്ക് നിരന്തരം തേയ്മാനം സംഭവിക്കുന്ന പ്രവർത്തനമാണ് അബ്രേഷൻ എന്ന് അറിയപ്പെടുന്നത്. അട്രീഷൻ, കാറ്റ് വീശുമ്പോൾ ഭൗമോപരിതലത്തിൽ നിന്നും ഉയർത്തപ്പെടുന്ന മൺതരികളും ശിലാകണങ്ങളും ഉത്ഭവസ്ഥാനത്തു നിന്നും ദൂരപ്രദേശങ്ങളിലേക്ക് വായുവിലൂടെ വഹിച്ചു മാറ്റപ്പെടുന്നു. ശിലാകണികകളുടെ ഈ യാത്രയിൽ അവ ഘർഷണത്തിന് വിധേയമായി പരസ്പരം ഉരസി താരതമ്യേന ചെറിയ കണികകളായി അനുക്രമം ശോഷിച്ച് രൂപാന്തരപ്പെടുന്നു. ഈ പ്രക്രിയ അട്രീഷൻ എന്ന് അറിയപ്പെടുന്നു. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.